ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആത്മഹത്യ എല്ലാത്തിനും ഒരു പരിഹാരമാണോ? പോടി പൊട്ടി അവിടുന്ന്. ആത്മഹത്യ പരിഹാരമൊന്നുമല്ല, ശുദ്ധ മണ്ടത്തര. പക്ഷെ എന്റെ കൂട്ടുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾക്കൊരു ലവ് ഫെയിലിയർ ഉണ്ടായി, അത് അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് എപ്പോഴും സൂയിസൈഡിനെ പറ്റി മാത്രമാ പറയുന്നത്. നീ അവളെ കൊണ്ട് നല്ല ബിരിയാണിയോ പൊറോട്ടയും ബീഫോ ഒക്കെ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്ക്. അതോടെ തീരെ അവിടെ സൂയിസൈഡ് ഇഷ്ടം. അല്ലെന്നേ, അവൾക്ക് അതിന് തീറ്റയോടൊന്നും വലിയ ആർത്തിയില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ അവളുടെ മൈൻഡ് മാറ്റാൻ? എങ്കിൽ അവക്കിപ്പോ വേണ്ട നല്ല മോട്ടിവേഷനാ. ചിലപ്പോ അത് കിട്ടി അവൾ ലൈഫിലേക്ക് തിരിച്ചു വരും. അല്ല, അതിനിപ്പോ ഇവിടെ ആരാ ഇത്ര മോട്ടിവേഷൻ കൊടുക്കുന്ന ആള്? ഈ ഞാൻ നോക്കണ്ട, ഞാനൊരു കഥ പറയാം. നീ അത് അവളോട് പോയി പറ, അതിലവിടെ മൈൻഡ് മാറും. അതേതാ? ഞങ്ങള് കേൾക്കാത്ത കഥ. കേൾക്കാത്ത കഥയൊന്നുമല്ല, പക്ഷെ അവസാനം നിങ്ങൾ കേട്ടിട്ടില്ല, അത്രേ ഉള്ളൂ. എനിക്കൊന്ന് പറഞ്ഞേമ്മേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം രാവിലെ എഴുന്നേറ്റ് പോയാലേ സ്കൂളിൽ ചെല്ലത്തുള്ളൂ. അയ്യോ, വേണ്ട വേണ്ട, ഉച്ചക്കഞ്ഞി കുടിച്ച് തിരിച്ച് വീട്ടിൽ വരുന്ന കഥയല്ലേ കേട്ടിട്ടുള്ള. അതാ ഞാൻ പറഞ്ഞത്, മുഴുവൻ നിങ്ങൾ കേട്ടിട്ടില്ല. നീ ഒന്നും മിണ്ടാതിരിക്കും, അമ്മ പറയട്ടെ. എന്തെങ്കിലും അവസാനം ഉണ്ടെങ്കിലോ? അമ്മേ, കണ്ടിന്യൂ. 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്താൻ എന്റെ വീട്ടുകാർ പറഞ്ഞ സമയം ഞാൻ ആദ്യമായിട്ട് കരഞ്ഞു. കാരണം എനിക്ക് പഠിച്ച് ജോലി കിട്ടി എന്റെ കുടുംബം രക്ഷിക്കണമായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു? എന്നാത്തിന്? പഠിച്ച് കുടുംബം രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് ചോദിച്ചു പോയ. എടി, നീ ഒന്നും മിണ്ടാതിരുന്നേ. അമ്മ ബാക്കി പറ. എന്നിട്ട് പഠിക്കാൻ വിട്ടോ? അവസാനം എന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യാതെ അച്ഛൻ എന്നെ പഠിക്കാൻ വിട്ടു. അമ്മ അപ്പോഴേ പറഞ്ഞു എന്നെ പഠിക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ പഠിച്ചെങ്ങും എത്തുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ലെന്ന്. ബാക്കി ഞാൻ പറയാം. അമ്മ ആ വാശിക്ക് പഠിച്ച് നല്ല ജോലി വാങ്ങിച്ച് കുടുംബം രക്ഷപ്പെടുത്തി. ഇതല്ലേ മോട്ടിവേഷൻ? പൊളിയായിരിക്കും. പക്ഷേ ആ നാട്ടുകാര് പറയുന്നത് ഓമന കെട്ടിപ്പോയ പിന്നെ ആ കുടുംബം രക്ഷപ്പെട്ടെന്നാണല്ലോ. അല്ല, ഓമനമ്മയ്ക്ക് എവിടെയായിരുന്നു ജോലി? ശരിയാണല്ലോ, അമ്മയ്ക്ക് ഇതിന് ജോലി എവിടെയായിരുന്നു? തോക്കി കയറി വെടിവെക്കരുത്. പറഞ്ഞു തരുന്നതിന് മുമ്പേ നിന്നോടൊക്കെ ഇങ്ങനെ പറയാൻ ആരടി പറഞ്ഞത്? അല്ലൊരു ഡൗട്ട്, ഇത് അമ്മയുടെ മോട്ടിവേഷൻ സ്റ്റോറി അല്ലേ? അല്ലടി. പിന്നെ എന്നെ പഠിപ്പിച്ച് കുടുംബം വെളുത്തു. ആധാരം വാങ്ങിയിരുന്ന് ചെതലിന് പോലും വേണ്ടാതായി. അമ്മ എന്താ MBBS ആണോ പഠിച്ചത് കുടുംബം ഇത്രയും വെളുക്കാൻ? വെറും 10ാം ക്ലാസ്, അത് തോറ്റും പോയി. അതെങ്ങനെയാ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോ കുടുംബം ഇത്ര വെളുക്കുന്നേ? ഹൈസ്കൂൾ കയറി കഴിഞ്ഞ് എല്ലാ ക്ലാസ്സിലും 2 കൊല്ലം വർത്താനം പറഞ്ഞങ്ങ് ഇരുന്നു പോയി. അപ്പൊ എന്റെ പ്രായം മുന്നോട്ട് പോയല്ലോ. പ്രായമാകുമ്പോ വിശപ്പ് കൂടുമല്ലോ. അവസാനം എന്റെ ചെലവിന് വേണ്ടിട്ട് മാത്രം അച്ഛൻ കൃഷി ചെയ്ത് അച്ഛന് കർഷകശ്രീ വരെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ പൊട്ടക്കഥ കേട്ടോണ്ടിരിക്കുവാണോ? ഇതൊക്കെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോയി പറയുമോ? ഇത് കേട്ടാ അപ്പൊ തന്നെ ചേച്ചിക്ക് അനുസരിച്ചാണ്. ഇതുപോലുള്ള ദുരന്തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അവൾ എന്തിനു പോയി ചാവണമെന്ന് ഒറ്റ കൊച്ചു നീ അവളോട് ചോദിച്ചാൽ മതി. അപ്പോഴേ അവൾ എണീറ്റ് തുള്ളിച്ചാടും.